രണ്ടും കൂടെ അവിടെ നീറി പുകയുന്നുണ്ടാവും. എന്തു പറയണമെന്നറിയാതെ അപ്പൂപ്പനും അമ്മയും വട്ടം തിരിഞ്ഞു കാണും. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. മുഖം കണ്ടാലറിയാം മാളുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഉത്തരം മുട്ടിയല്ലേ. നീ പറഞ്ഞ കാര്യങ്ങൾക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല അഞ്ജു. മാളു അത് ഇത്രയും പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ട് മാളുവിനൊരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല കുഞ്ഞമ്മ. കുഞ്ഞമ്മ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മയുടെ ലൈഫിലുള്ള സ്ട്രഗിളിന്റെ കഥയൊന്നും ഞാൻ അറിയില്ലായിരുന്നു. താങ്ക്സ് കുഞ്ഞമ്മ. നന്ദിയുണ്ട് അഞ്ജു, അതൊന്ന് പറയാൻ വന്നതാ. മാളു അപ്പൊ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ലേ? ഞാൻ പറഞ്ഞൊന്നും മാളുവിന് മനസ്സിലായി കാണില്ലാവോ? മാളുവിനോട് ഞാനിത് എങ്ങനെ പറയും? ഞാനാണെങ്കിൽ അവൾക്ക് വാക്കും കൊടുത്തു. അവളെങ്ങനെ ഫേസ് ചെയ്യും? മാളു മാളുങ്ങ എന്താ അച്ഛാ? മോളോടെ അച്ഛനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതീ വന്നേ. മോളെ, അച്ഛൻ പറ്റിക്കപ്പെട്ടു. നിങ്ങൾ കോംപ്രമൈസ് ചെയ്തെന്ന് പറഞ്ഞ് നാടകം കളിച്ചില്ലേ? അത് വിശ്വസിച്ച ഞാനാണോ പറ്റിക്കപ്പെട്ടത്, അതോ വാക്ക് മാറ്റി പറഞ്ഞ അച്ഛനാണോ പറ്റിക്കപ്പെട്ടത്? കൊള്ളാം. ഇടി, നിനക്കൊരു ഇത്തിരി സമയമല്ലേ നിനക്ക് കിട്ടിയുള്ളൂ. അപ്പോഴേക്കും നീ കൊച്ചിനെടുത്ത് പാട്ടിലാക്കിയല്ലേ? അച്ഛൻ എനിക്കും അമ്മയ്ക്കും തന്ന വാക്ക് മാറ്റിയതുകൊണ്ടുള്ള പ്രശ്നമല്ലേ? അച്ഛൻ എന്തിനാ വാക്ക് മാറ്റിയത്? അമ്മയെ ജോലിക്ക് വിട്ട എന്താ കുഴപ്പം? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല മാളു. അച്ഛൻ പറ, മനസ്സിലാവും നോക്കാലോ. അതെനിക്കും അറിയണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോഴും എങ്ങനെ പറയാ നീ പോവുന്ന്. ഞാൻ എങ്ങോട്ട് പോകുന്നാ? അല്ല, ഞാൻ ജോലിക്ക് പോയാൽ എന്താ നിങ്ങൾക്ക് ശരിക്കും പ്രശ്നം? മാളു, നീ നിന്റെ അമ്മനെ വിളിച്ചോണ്ട് പോയേ? ഇല്ല അച്ഛാ, എനിക്കും അറിയണം അച്ഛന്റെ പ്രശ്നം എന്താ. ഒരു സമാധാനം തരരുത് കേട്ടോ. മാറിക്കാടും. സാരില്ല അമ്മ. അമ്മയെ ജോലിക്ക് വിടാത്ത കാരണവും നമ്മൾ അറിയും, അമ്മ ജോലിക്ക് പോവുകയും ചെയ്യും.